ചന്ദ്ര എന്താണ് ഇത് കുപ്പിയും പാവയൊക്കെ? അണ്ണാ നിങ്ങൾ നൂതിയാണ്. എന്തൊരു നിങ്ങൾ നൂതിയാണ്. എന്തൊരു ഇതിന് ശബ്ദങ്ങളൊന്നും വരുന്നില്ലല്ലേ? അണ്ണ ഈ കുപ്പിയോട് ചേർത്ത് വെച്ച് ഊതി അതിന് കണ്ണുകളിലേക്ക് നോക്കി. ഇത് കൊള്ളാലോ ഇത്. നിങ്ങളുടെ കാശുകളൊക്കെ തൊലച്ചിട്ട് എന്തൊരു ചെയ്യണമെന്നല്ലേ ചോദിക്കണത്. ഇതൊക്കെ തന്നെയാണ് ചെയ്യണത്. ഈ കുപ്പിയും വിസിലും ഒക്കെ ഉണ്ടാക്കണതാ. അണ്ണാ നമുക്ക് കേൾക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾ ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് ഈ നാട്ടില് തന്നെ. അതുപോലൊരു ശബ്ദമാണ് ഈ വിസിലുണ്ടാക്കണത്. ഇതിൽ നിന്ന് വരുന്ന ശബ്ദം കൊണ്ടാണ് ഇത് കറങ്ങണത്. കാരണം രണ്ടിൻ്റെയും ദൈർഘ്യം ഒന്നാണ്. ഇത് കറങ്ങുന്നതുകൊണ്ടുണ്ടാകുന്ന കറണ്ട് കൊണ്ടാണ് ഇതിന്റെ കണ്ണിലെ വെളിച്ചം തെളിയണം. ഈ സംഭവം ഉണ്ടാ ഞാൻ ഉണ്ടാക്കാൻ നോക്കണത്. നമുക്ക് കേൾക്കാൻ പറ്റാത്തതായിട്ടുള്ള ശബ്ദം കൊണ്ടുണ്ടാകുന്ന കറണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വെളിച്ചം. ആ ശബ്ദത്തിന്റെ ദൈർഘ്യം മാറുന്നതിനനുസരിച്ച് ഇതിന്റെ കണ്ണുകളിലെ നിറവ് മാറും. പക്ഷെ കുറെ നാൾ ആ വെളിച്ചം നിലനിൽക്കാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. മതി മതി, നീ പറഞ്ഞ കുന്തറാണ്ടുകളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആ ഡയറിങ് എടുത്തേ. പക്ഷേ നീ കാണിക്കണ ഈ പ്രാന്തിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കൊള്ളാം, നീ ചെയ്യ്, ഞാനുണ്ട് എൻ്റെ കൂടെ. പണിക്കിറങ്ങണേ. നമ്മളെ മോട്ടർ എന്തായി? ഇയാളിതുവരെ ശരിയാക്കിയില്ലേ? പോയിട്ട് നോളവാ. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? നിനക്ക് കോപ്പുകൾ നന്നാക്കല്ല എന്റെ പണി. എടുത്തിട്ട് പോടാ. ഒരുമാതിരി കൊളന്ന് സംസാരിക്കും. രമേശിന് ചേട്ടനെ പോയി കൂടുതൽ മോട്ടർ കൊടുത്തിട്ട് നാളെ കുറേ ഇതുവരെ അവൻ ശരിയാക്കി. നീ ഇതങ്ങോട്ട് കുടിച്ചാണ് ആ വയ്യായികളൊക്കെ മാറട്ടെ. ഇതാരാണീ വരണത്? ചേച്ചിയില്ലേ? അകത്തുണ്ട്, കേറി ചെല്ലി. ഇതെന്തൊരു കയ്യില്? ഞാൻ ഉണ്ടാക്കിയതാ. കൊള്ളാം. ഞാനൊരു സൂത്രം കാണിക്കട്ടെ?
ചുമ്മാ അനാവശ്യം പറയാതെ പറ. നടന്നാ മതി, നമുക്കെന്തൊരു. ചന്ദ്ര, നീ എന്തല്ലേ ഒന്നും പറയാത്തത്? ആ ലൈറ്റിൻ്റെ പണി എപ്പോൾ തീർത്തു കൊടുക്കാൻ പറ്റും? എനിക്കറിയില്ല. ദേ പിന്നെ അത് തന്നെ പറയുന്നു. ചേട്ടാ, ഈ മാസം അവസാനമാണ് അതിന് മൊത്തത്തിലുള്ള രൂപം കൊടുക്കാമെന്ന് കമ്പനിക്കാർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. ചേട്ടാ, നീ പിന്നെ ഇത് തന്നെ അങ്ങ് പറഞ്ഞാൽ നിങ്ങളല്ലേ വാക്ക് കൊടുത്തു? എന്തേ ചന്ദ്ര, ഒരുമാതിരി മുണപ്പ് വർത്താനം എന്നോട് നീ പറയരുത്. പിന്നെ ഞാൻ എന്തിനു പറയണോ? എടാ, ഇതെങ്ങാനും ആ കമ്പനി ഒന്ന് ഏറ്റെടുത്ത നിന്റെ മുഴുവൻ പ്രശ്നവും തീരൂടെ. നിന്റെ കണ്ടുപിടുത്തം ലോകം മുഴുവനും അറിയും. അടിവാരത്തിലൊരു വീട്, അതും നല്ല പൊളപ്പം വീട് തന്നെ നിനക്ക് വെക്കാം. പിന്നെ കുറച്ച് പൈസ എനിക്കും കിട്ടും. നീ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്ക്. എനിക്കൊന്ന് വീട്ടിൽ പോകണമായിരുന്നു. അമ്മ സമ്മതിച്ചു. ഏതമ്മ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാണ്ട് അവരല്ല. നീ പോണ്ട. ഞാൻ വീട്ടിൽ പോയി. ഏത് വീട്? ആരുടെ വീട്? എൻ്റെ തള്ള എത്ത് തന്തയാരാണെന്ന് നിനക്ക് പോലും അറിയില്ല. പിന്നെ ഏത് വീട്ടിൽ പോകണ കാര്യമാണ് നീ പറയണത്? നിൻ്റെ തന്തയാരാന്ന് അറിഞ്ഞിട്ട് പോലും അങ്ങോട്ട് പോകണതിന് തീരുമാനിക്കണത്. എൻ്റെ തന്ത ആരാണെങ്കിലും എനിക്ക് പെണ്ണിനെ സ്നേഹിക്കാൻ അറിയായിരുന്നു. നീ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ നാട്ടിൽ കുളിക്കാൻ പോകും. നീ ഇങ്ങ് വന്നാണ്. നിന്റെ കറങ്ങി നടത്തം കുറയ്ക്കണം. നീ ഒരു കല്യാണം കഴിച്ചങ്ങ് സ്വസ്ഥമാണ്. ഒരുത്തൻ കല്യാണം കഴിച്ചാൻ്റെ പോരൊക്കെ ഞാൻ വീട്ടിൽ കാണുന്നുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമല്ല. എടാ, കുടുംബത്തൊരു കുഞ്ഞിക്കാല് കാണുമ്പോഴേക്കും അവൻ്റെ സ്വഭാവത്തിനകത്ത് മാറ്റം വരും. നിന്റെ തള്ള എപ്പോൾ എന്നെ ഇത് കാണുമ്പോൾ പറയാറുണ്ട്, ആ തള്ളക്ക് വട്ടാണ്. നിങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ പോയി.
ഗ്ലാസ് എടു ഗ്ലാസ് എടു. നീ അവനെ വിളിച്ചോ? അവനാര് വിളിക്കാൻ?